എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് നോംസിനെ കുറിച്ചിട്ടാണ് അല്ലേ. നോംസിൽ നമ്മൾ അവസാനം നിർത്തിയത് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് നോംസിലാണ് നമ്മൾ അവസാനം നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. സോ നോംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നോംസുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ എംപ്ലോയീസിൻ്റെ പേയ്മെൻറ്റിന്, അവരുടെ അസൈൻമെൻറ്റ് ഡിഫിക്കൽട്ടീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലോക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ടൂൾസ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ള എന്തുണ്ടെന്നാണ് പറഞ്ഞത്, റിസോഴ്സ് നോംസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന റിസോഴ്സ് ഇന്ന ആൾക്ക് കൊടുക്കണം, ഈ ആൾക്ക് ഇത്ര പേയ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ആൾക്ക് കൊടുക്കുന്ന ജോലിക്ക് ഇത്ര ഡിഫിക്കൽട്ടി മാത്രമേ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻസൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഗ്രൂപ്പിലും കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഗ്രൂപ്പിന് സക്സസ് ഉണ്ടാകുക എന്നാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോമാണ് പറയുന്നത് ബിഹേവിയർ നോംസ് എന്ന് പറയുന്നത്. ബിഹേവിയർ നോംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാതെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. എന്താ നോംസ് എന്ന് പറയുന്നത്? ബിഹേവിയർ നോംസ് എന്ന് പറയുന്നത് അതായത് റൂൾസും ഗൈഡ് ലൈൻസും ആണ് അല്ലേ. ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഹൗ ദേ ബിഹേവ് ഇൻ ആൻ ഓർഗനൈസേഷൻ, what kind of rules and regulations should the employee will follow in order to complete a work. ബിഹേവിയറാണ് ഒരു ജോലി ചെയ്ത് തീർക്കാൻ ഏത് തരത്തിലുള്ള ബിഹേവിയറാണ് ഒരു എംപ്ലോയി എമിറ്റ് ചെയ്യേണ്ടത്. ഓർഗനൈസേഷനകത്ത് ആ എംപ്ലോയിക്ക് നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനുള്ള റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ റൂൾസും ഗൈഡ് ലൈൻസുമാണ് ഏതിൽ പറയുന്നത്, ബിഹേവിയർ നോംസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ ബിഹേവിയർ നോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കുക, ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായ സമയത്ത് ഒരു ജോലി ചെയ്ത് തീർക്കുക, ജോലിക്കിടയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടാതിരിക്കുക, മറ്റുള്ള സുപ്പീരിയേഴ്സിനോട് പരമാവധി അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബിഹേവിയർ നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഒരു ഗ്രൂപ്പിലുണ്ടാവുമെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഈ ഗ്രൂപ്പിന് വലിയ പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം they will be punctual and they will not show any temper loose while others making any comments or any opinion about his work. So behavior norms should follow an employee in a group. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗ്രൂപ്പ് റോൾസ് എന്നുള്ളൊരു ടോപ്പിക്ക്. ഗ്രൂപ്പ് റോൾസ്. അപ്പോൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ഗ്രൂപ്പ് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു ഗ്രൂപ്പിനകത്ത് പ്രവർത്തിക്കുന്നത് ഒരു ഗ്രൂപ്പിന് സെർട്ടൈൻ ഗോൾസ് ഉണ്ടാവും. ആ സെർട്ടൈൻ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഫോമുലേറ്റ് ചെയ്യുന്നതും ആ ഗ്രൂപ്പിൽ അംഗങ്ങളെ കൂട്ടുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ഗ്രൂപ്പിൽ പരമാവധി എത്ര അംഗങ്ങളെ ആക്കാമെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പെർഫെക്റ്റ് സൈസ് എന്ന് പറയുന്നത് 5 to 7 മെമ്പേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ 5 to 7 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ അതിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റോളുകൾ ഇനാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ഗ്രൂപ്പിലൊരു മാനേജർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സൂപ്രണ്ട്, അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇങ്ങനെ പല റോളുകൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ എവറി പേഴ്സൺ ഇൻ ദ സെയിം ഗ്രൂപ്പ് മേ എമിറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു ഓക്കുപ്പൈ ദെയർ ജോബ് ഇൻ ദി ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഒരു സോഷ്യൽ യൂണിറ്റിനകത്തായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ അവർ ഇനാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ജോലി ചെയ്തു തീർക്കാൻ അവർക്ക് വേണ്ടത് ഒരു ബിഹേവിയർ പാറ്റേൺ ആണെങ്കിൽ മറ്റൊരു ജോലി ചെയ്തു തീർക്കാൻ സെയിം ബിഹേവിയർ പാറ്റേൺ ഉണ്ടായിട്ട് കാര്യമില്ല. the employee should emit the different kinds of behavior patterns and attitudes in order to complete the different kinds of job actually he deserves അല്ലേ. അപ്പം മറ്റു തരത്തിൽ അവൻ ചെയ്യേണ്ടതായിട്ട് വേണ്ടി.
അപ്പോൾ ഗ്രൂപ്പ് റോളുകളാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസിനെയാണ് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് റോൾസ് മീൻസ് ഇപ്പോൾ മാനേജർ സബോർഡിനേറ്റ് എന്നുള്ള റോളല്ല, റോളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റോൾസ് എനാക്ട് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തതാണ് റോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് റോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ സർട്ടൈൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ച്വൽ ബിഹേവിയേഴ്സ് വിച്ച് ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ റോൾ. അതായത് ഓർഗനൈസേഷനകത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവർ ചെയ്യുന്ന ആ ജോലിക്ക് അനുസൃതമായിട്ട് എന്ത് വരുന്നു, ഒരു സെർട്ടൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീൻ എംപ്ലോയി അല്ലെങ്കിൽ മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ആ മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയി എന്താണ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരോടൊന്നും സംസാരിക്കാതെ എപ്പോഴും ആ മെഷീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ഗ്രൂപ്പിനകത്തൊരു സൂപ്പർവൈസർ ആണെങ്കിൽ അയാൾക്കും സെർട്ടൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഒട്ടനവധി സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരനായിരിക്കും അയാൾ. കൂടാതെ ആൾക്കാരെ ഷൗട്ട് ചെയ്യുന്നത്, ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ പറയില്ലേ ഉപദേശി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉപദേശിയായിരിക്കും ആ തരത്തിലൊരാൾ. കാരണം എന്താ, സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അയാളിലേക്ക് ഉണ്ടാകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ, ആൾക്കാരോട് സൗമ്യമായിട്ട് പെരുമാറാൻ, അല്ലെങ്കിൽ സോഷ്യബിളായിരിക്കും ഇങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ, എപ്പോഴും എല്ലാ ആൾക്കാരുമായിട്ടും ഇടപഴകുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുണ്ടാകും, അയാളൊരു സോഷ്യബിളായിട്ട് മാറും. കാരണം ഇങ്ങനെ ആയി മാറാൻ കാരണം എന്താ, അയാൾ ആ ഗ്രൂപ്പിനകത്തൊരു സൂപ്പർവൈസറുടെ റോളാണ് ഇനാക്ട് ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർവൈസറുടെ റോൾ ഇനാക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഗ്രൂപ്പിനകത്ത് അയാൾ എല്ലാ എംപ്ലോയീസുമായിട്ട് അയാൾ സംസാരിക്കേണ്ടി വരും. സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്താ, സൂപ്പർവൈസ് അതർ എംപ്ലോയീസ്, ഗൈഡിങ് ആൻഡ് കൗൺസിലിംഗ് ദി അതർ എംപ്ലോയീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉപദേശിനെ പോലെ ആയി മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ റോളിനനുസരിച്ചിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഒരാൾക്ക് സർട്ടൻ കൈൻഡ്സ് ഓഫ് ബിഹേവിയേഴ്സും ആറ്റിറ്റ്യൂഡ്സും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് റോൾ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം. ഇനി നെക്സ്റ്റ് കാര്യമാണ് പറയുന്നത് റോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. റോൾ പെർസെപ്ഷൻ. സോ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ഒന്നിലധികം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വ്യൂ ഓഫ് എ പേഴ്സൺ ആണ്. അതായത് ഒരാളുടെ കാഴ്ചപ്പാട്. എന്താണ് ഒരാളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്? അതായത് ഒരു ഗിവൺ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് രീതിയിലാണ് പെരുമാറുക, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ഗിവൺ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ഇനാക്ട് ചെയ്യുന്നു, അതാണ് എന്തെന്ന് പറയുന്നത് റോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അയാളുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്ന ഒരാളുടെ വിശ്വാസം, അല്ലെങ്കിൽ അയാളുടെ ഏത് തരത്തിലാണ് അയാൾ പെരുമാറുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ ലേഡികൾക്കും, എല്ലാ വുമൻസ് അല്ലെങ്കിൽ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എന്താ, അല്ലെങ്കിൽ പോലീസ്, ഇപ്പോൾ വുമൺ പോലീസില്ലേ, അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ, അവർക്കെല്ലാം കിരൺ ബേദിനെ പോലെ ആകണം. അല്ലെങ്കിൽ എല്ലാ അത്ലറ്റ്സും ആഗ്രഹിക്കുന്നത് എന്താ, അല്ലെങ്കിൽ 100 മീറ്റർ കുറച്ച് ഓടാൻ പറ്റുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് എന്താ, എനിക്ക് ഉസൈൻ ബോൾട്ടിനെ പോലെ ആകണം. അല്ലെങ്കിൽ കുറച്ച് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരാൾ എന്താ ആഗ്രഹിക്കുക, എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകണം. അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താ, എനിക്ക് കത്രീന കൈഫിനെയും അല്ലെങ്കിൽ ഐശ്വര്യ റായിയെ പോലെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ പെർസെപ്ഷനാണ്, ആഗ്രഹമാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള, ഒരു ഗ്രൂപ്പിനകത്തുള്ള ഒരാൾ, ഒരു എംപ്ലോയി ആഗ്രഹിക്കുന്നത് എന്താ, അവിടെയുള്ള മാനേജറിനെ പോലെ എനിക്കാകണം. അല്ലെങ്കിൽ ഒരു ജൂനിയർ മാനേജർ എന്താ ചിന്തിക്കുന്നത്, അവിടുത്തെ സീനിയർ മാനേജറെ പോലെ എനിക്കാകണം എന്ന് അവർ വളരെ അഗാധമായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, റോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. റോൾ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എ പേഴ്സൺസ് ഹൗ ഹീ ഷുഡ് ആക്ട് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ അല്ലേ. ഒരാൾ എങ്ങനെ ഒരു സന്ദർഭത്തിൽ പെരുമാറും, പ്രവർത്തിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റോൾ പെർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഹെഡിലേക്കാണ് നമ്മൾ പോകുന്നത്, റോൾ എക്സ്പെക്റ്റേഷൻ. റോൾ എക്സ്പെക്റ്റേഷൻ.
അതായത് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത് റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൗ അതേഴ്സ് ബിലീവ്സ് ഓർ എക്സ്പെക്റ്റ് യു ഷുഡ് ആക്ട് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രഡീഷണലായിട്ട് നിങ്ങളെ പാരൻസ് വിശ്വസിക്കുന്നത് നിങ്ങൾ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു കള്ള് കുടിക്കാത്ത, പുക വലിക്കാത്ത, അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിലൊന്നും അംഗമാകാത്ത, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കേസുകളൊന്നും വരാത്ത ഒരാളായി മാറുമെന്നാണ് നിങ്ങളുടെ പാരൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ റോള്. നിങ്ങളെന്ന മകൻ്റെ അല്ലെങ്കിൽ മകളിൽ നിന്ന് നിങ്ങളുടെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റോൾ അതാണ്. നിങ്ങളെന്ന സ്റ്റുഡൻസിൽ നിന്ന് ഞങ്ങളെന്ന ടീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റോളുണ്ട്. നിങ്ങൾ തീർച്ചയായും PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ല മാർക്കോടെ പാസ്സാകും എന്ന് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനാണ്. സോ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഒരാൾ എങ്ങനെ പെരുമാറും അല്ലെങ്കിൽ എന്ത് റോളാണ് അയാൾ ചെയ്യുക എന്ന് മറ്റുള്ളവർ അസ്യൂം ചെയ്യുകയാണ് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിന് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലേ. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം വരികയും ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അവരൊരു മീറ്റിംഗ് അല്ലെങ്കിൽ അത് എംപ്ലോയീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. സോ ദ ഓർഗനൈസേഷൻ ഓർ ദി മാനേജേഴ്സ് എക്സ്പെക്ടിങ് of having advices and suggestion from the part of അല്ലെങ്കിൽ from employees അല്ലെ. എംപ്ലോയീസിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അഡ്വൈസസ് അല്ലെങ്കിൽ മാനേജർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സജഷൻസും അഡ്വൈസസൊക്കെ എഴുതിയതിന് ശേഷം ഒരു എംപ്ലോയി ആ മാനേജറെ സമീപിക്കുന്ന സമയത്ത് ആ എംപ്ലോയി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? മാനേജർ എന്നുള്ളൊരു വ്യക്തി ഞാൻ കൊടുത്തിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും അദ്ദേഹം എൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ എൻ്റെ സജഷൻ റിജക്റ്റ് ചെയ്യും. ഇതാണ് മാനേജർ എന്നുള്ള റോളിനെ കുറിച്ചിട്ട് ഒരു സാധാ എംപ്ലോയിക്ക് ആ സമയത്തുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സമയത്ത് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഒന്നിലധികം റോളുകൾ എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് അറിയാം ഞാൻ കൊണ്ടുപോകുന്ന അഡ്വൈസസ് തീർച്ചയായും ശരിയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആ മാനേജറുടെ അടുക്ക അവൻ പോകുന്ന ആ അഡ്വൈസ് അല്ലെങ്കിൽ സജഷനുമായി പോകുന്ന സമയത്ത് അവൻ തീർച്ചയായും മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദ മാനേജർ ഷുഡ് ആക്സെപ്റ്റ് മൈ അഡ്വൈസസ് ഓർ സജഷൻ ആൻഡ് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് മീ. അത് മറ്റൊരു എംപ്ലോയി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ റോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അത് ആ പേഴ്സൻ്റെ വ്യൂ പോയിൻ്റാണെന്നും റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനാണെന്നും, അതായത് ഒന്നിൻ്റെ വിപരീതമാണ് മറ്റൊന്നെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റാണ് പറയുന്നത് റോൾ ഇനാക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ പെർസീവ്ഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റോൾസ് എന്നാണ് ഏത് വരുന്നത്? നമ്മുടെ ഇനാക്റ്റഡ് റോൾ എന്ന് പറയുന്നത്. സോ എന്താണ് ഇനാക്ഷൻ എന്ന് പറയുന്നത്? ഇനാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ടു ആക്ട് അല്ലേ, ടു ആക്ട് എന്നുള്ളതാണ്, അതായത് ആ റോള് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ റോൾ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്? ദ വേ ഓഫ് പേഴ്സൺ ആക്ച്വലി ബിഹേവ്, ദ വേ ഓഫ് പേഴ്സൺസ് ആക്ച്വലി ബിഹേവ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അവിടെ കൃത്യമായിട്ട് എങ്ങനെ ഒരു ഓർഗനൈസേഷനകത്ത് ഒരാൾ യഥാർത്ഥത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്.
എന്താ ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, റോൾ ആൻഡ് ആക്ഷൻ ഈസ് ദ വേ ഓഫ് പേഴ്സൺ ആക്ച്വലി ബിഹേവ്. മെനി ഓഫ് ദ തിങ്സ് എ മാനേജർ സേസ് ആൻഡ് ദസ് ഡ്യൂറിങ് എ മീറ്റിംഗ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി പ്രോപ്പർ വേ ടു ക്യാരി ഔട്ട് ദി പെർസീവ്ഡ് റോൾസ്. അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എംപ്ലോയി വിശ്വസിക്കുന്നു ഞാൻ കൊണ്ടുപോകുന്ന സജഷൻസ് ബാഡ് ആയിരിക്കാമെങ്കിൽ അത് ആ മാനേജർ അത് റിജക്റ്റ് ചെയ്യും. വേറൊരാൾ ചിന്തിക്കുന്നു ഞാൻ കൊണ്ടുപോകുന്ന അഡ്വൈസ് സജഷൻ അത് കറക്റ്റാണ്, അതുകൊണ്ട് അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും മാനേജർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാനേജർ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരു മീറ്റിംഗ് വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും? അയാളുടെ ആ സമയത്ത് അയാളുടെ നിഗമനം എന്താണോ, അതായത് ശരിയായ രീതിയിൽ അയാളുടെ നിഗമനം എന്താണോ അതിനനുസരിച്ച് മാത്രമേ അയാൾ എന്ത് ചെയ്യുകയുള്ളൂ, കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്താണോ അയാൾക്ക് തോന്നുന്നത്, അതല്ലാതെ അയാൾ കാലേ കൂട്ടി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സമയത്ത് ചെയ്യുക. ആ സമയത്ത് കൃത്യമായ എവിഡൻസസിൻ്റെയും ക്രിറ്റിസിസത്തിൻ്റെയും ഭാഗമായിട്ട് അയാൾക്ക് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ, എന്ത് നിഗമനമാണോ കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രമേ അയാൾ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ദാറ്റ് ഈസ് റോൾ ഇൻ ആക്ഷൻ. എന്താ പറയുന്നത്? ദ വേ എ പേഴ്സൺ ആക്ച്വലി ബിഹേവ്. എങ്ങനെയാണ് ഒരാൾ ശരിക്കും ബിഹേവ് ചെയ്യുന്നത്, ഒരു സമയത്ത് അയാൾ ശരിക്കും എന്താണ് ബിഹേവ് ചെയ്യുന്നത്, അതായത് നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതിനെയാണ് റോൾ ഇൻ ആക്ഷൻ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് എന്ത്? റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. റോൾ കോൺഫ്ലിക്റ്റ് എന്താ? റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഡൈവേർജൻ്റ് ആയിട്ടുള്ള റോൾ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒന്നിലധികം റോളുകളെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഒരേ സമയം ഒരാളിൽ നിന്ന് ഒന്നിലധികം റോളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാകുന്നു? റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അതായത് എന്താ, ഇപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് എക്സിസ്റ്റ് ഇൻ എ സിറ്റുവേഷൻ വേർ ആൻ ഇൻഡിവിജ്വൽ ഫൈൻഡ്സ് ദാറ്റ് കംപ്ലയിൻറ്റ്സ് വിത്ത് വൺ റോൾ റിക്വയർമെൻറ്റ് മേ മേക്ക് കംപ്ലയിൻറ്റ്സ് വിത്ത് അനദർ മോർ ഡിഫിക്കൾട്ട്. ഇപ്പോൾ ഒരു സമയത്ത് ഒരു സൂപ്പർവൈസർ വിചാരിക്കുന്നു എന്തെന്ന്, ഒരു എംപ്ലോയി ആ കാര്യം ചെയ്യുമെന്നും അതേ സമയത്ത് മാനേജർ ആ എംപ്ലോയി തന്നെ വേറൊരു കാര്യം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. സോ ഈ രണ്ട് കാര്യങ്ങൾ ഈ മാനേജറായാലും സൂപ്പർവൈസറായാലും അവർ രണ്ടാളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അതായത് സൂപ്പർവൈസർ വിചാരിക്കുന്നു ഇയാൾ 10 ഉണ്ടാക്കും ഒരു ദിവസമെന്നും മാനേജർ വിചാരിക്കുന്നു 15 ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് മാനേജർക്കും സൂപ്പർവൈസർക്കും ആ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ളത്. സോ ഈ രണ്ട് എക്സ്പെക്റ്റേഷൻസും അറിയുന്നത് കൊണ്ട് തന്നെ ആ എംപ്ലോയി എന്ത് ചെയ്യും? അയാൾക്ക് റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആര് പറഞ്ഞ് അല്ലെങ്കിൽ ആരുടെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഞാൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ആര് പറഞ്ഞ കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നാണ് ആ എംപ്ലോയി ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് എന്തുണ്ടാകും? അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തർക്കമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. സോ അതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്തൊരു പോയിൻ്റാണ് കൺഫേമിറ്റി എന്ന് പറയുന്നത്. കൺഫേമിറ്റി എന്താ? കൺഫേമിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് അഡ്ജസ്റ്റിംഗ് വൺസ് ബിഹേവിയർ ടു അലൈൻ വിത്ത് ദ നോംസ് ഓഫ് ദി ഗ്രൂപ്പ്സ്. So there is considerable evidence that group can place strong pressure on individuals to change their attitude and behavior to conform to the group standards എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം എവറി ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദി ഓർഗനൈസേഷൻ ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. They are coming from different society, they have different family background, they have different language, they have different culture, they have different attitudes and behavior. At the time of they are joining in the same organization, they are from different area. So there is a problem which arises in the organization in the form of lack of coordination. അല്ലേ? കോർഡിനേഷൻ അവിടെ നമുക്ക് ഒരിക്കലും കിട്ടൂല. സോ at the time of when organization making any group, that time different employees are coming from different departments. They are new to the same group.
So at the same time, the group have a uniform standard of behavior in order to achieve the group goals. അല്ലേ? സോ ഗ്രൂപ്പ് കൺഫേമിറ്റി മീൻസ് അഡ്ജസ്റ്റിംഗ് വൺസ് ബിഹേവിയർ ടു അലൈൻ വിത്തിൻ ദി നോംസ് ഓഫ് ദി ഗ്രൂപ്പ്സ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ഓർഗനൈസേഷനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസ് നിന്നാണ്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവവും പെരുമാറ്റവും ഉണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. അവർ വന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിലേക്ക് അവർ വരുന്ന സമയത്ത് അവർ ആ ഗ്രൂപ്പിൽ പുതിയ ആൾക്കാരായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ഗോൾ അച്ചീവ് ചെയ്യാനാണ്. ഓരോ ഗോൾ അച്ചീവ് ചെയ്യാനും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പ് റോളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് നോംസ് അല്ലെങ്കിൽ ഒരു യൂണിഫോം ബിഹേവിയർ പാറ്റേൺ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കൺഫേമിറ്റി എന്ന് പറയുന്നത്? ഈ വരുന്ന ഇൻഡിവിജ്വൽസിന് ഒരു സ്ട്രോങ് പ്രഷർ അല്ലെങ്കിൽ അവരെ ശക്തമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ഏതിലേക്ക് വേണ്ടിയിട്ട്? ഒരു യൂണിഫോം ബിഹേവിയർ പാറ്റേണിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. എങ്ങനെ? ഈ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ട് എന്നാണ് ഗ്രൂപ്പ് കൺഫേമിറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റാണ് ഗ്രൂപ്പ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗ്രൂപ്പ് റിസോഴ്സസ് എന്ന് പറയുന്നത് ദ റിസോഴ്സസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ബ്രിങ്സ് ടു ദി ഗ്രൂപ്പ്. അതായത് ഒരു ഇൻഡിവിജ്വൽ മെമ്പർ, ഒരു ഗ്രൂപ്പിലെ അംഗം ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്ന റിസോഴ്സസിനെയാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പ് റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ എല്ലാ തവണയും പറയുന്നത് പോലെ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല, അവിടെയുള്ള അതർ റിസോഴ്സസും കൂടിയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു അറ്റെയിൻ എ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്, അല്ലെ? ഒരു ഗ്രൂപ്പിന് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. ആ ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലപ്പോഴും ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്നത്. ആ ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ട് അവിടെ റിസോഴ്സസിനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിന് ആവശ്യമായിട്ടുള്ള അതർ റിസോഴ്സസും കൂടെ കിട്ടണം, അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ സംടൈംസ് ഈ ഇൻഡിവിജ്വൽസിൻ്റെ കപ്പാസിറ്റി ആവാം, കാലിബർ ആകാം, സ്കിൽസ് ആവാം, നോളജ് ആകാം, അതുകൂടാതെ എന്താ ബാക്കിയുള്ള എന്ത് കാര്യമോ ആകാം ആ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതർ റിസോഴ്സസ് മാത്രമല്ല, പിന്നെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നുള്ള റിസോഴ്സസ്. എന്താ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, അവരുടെ നോളജും സ്കില്ലും കപ്പാസിറ്റിയും കാലിബറും പൊട്ടൻഷ്യലും ഒക്കെയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രൂപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ പെടും, അയാളുടെ നോളജ് പെടും, സ്കില്ല് പെടും, എഫിഷ്യൻസി, കാപ്പബിലിറ്റി, ഇതൊക്കെ അതിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഓർഗനൈസേഷനിലെ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് എത്ര ഗ്രൂപ്പ് മെമ്പേഴ്സിനാണോ കൃത്യമായിട്ട് ഇങ്ങനെ നല്ല നോളജും സ്കില്ലും എഫിഷ്യൻസിയും കാപ്പബിലിറ്റി ഉള്ളത്, അത്രത്തോളം ഇംപ്രസീവ് ആയിരിക്കും ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് എന്നാണ് അവിടെ പറയുന്നത്. സോ അറ്റ് ദ ടൈം ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ, ദാറ്റ് സ്കിൽ, നോളജ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് കപ്പാസിറ്റി ഓഫ് വൺ പേഴ്സൺ ഈസ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫേഴ്സ് ടു ദി അതർ പേഴ്സൺ ഇൻ ദി ഇൻറ്ററാക്റ്റീവ് സെഷൻ, അല്ലേ? അപ്പോൾ അതാണ് ഗ്രൂപ്പ് റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ഗ്രൂപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് പ്രോസസ്സ് എന്താ? ഗ്രൂപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് ഗ്രൂപ്പിൻ്റെ വേറൊരു എലമെൻ്റാണ് ഗ്രൂപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സിനെ നമുക്ക് ഒരു സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഹാൻഡ്ലിങ് ആക്ടിവിറ്റീസ് ഇൻ എ ഗ്രൂപ്പ്, അല്ലേ? ഒരു ഗ്രൂപ്പിനകത്ത് ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് എങ്ങനെ നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഗ്രൂപ്പിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സുണ്ട്, സിമ്പിൾ പ്രോസസ്സുണ്ട്, അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സുണ്ട്. അപ്പോൾ ചില പ്രോസസ്സുകൾ ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെ? അതായത് അവിടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, ലീഡേഴ്സിൻ്റെ ബിഹേവിയർ, ആ ഗ്രൂപ്പിലെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ഇൻ്റർ ഗ്രൂപ്പ് ബിഹേവിയർ, അല്ലെങ്കിൽ ഗ്രൂപ്പ് കൊഹസീനസ്, ഇതൊക്കെ
എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പിനെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒക്കെ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലെ കമ്മ്യൂണിക്കേഷൻ പാറ്റേണും ഗുഡ് ലീഡേഴ്സും ഫാസ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും നല്ല ഇൻ്റർ ഗ്രൂപ്പ് ബിഹേവിയേഴ്സും നല്ല ഗ്രൂപ്പ് കൊഹസീനസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. അല്ല, ബാഡായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേണും ബാഡായിട്ടുള്ള ലീഡർഷിപ്പും ബാഡായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ലാഗ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും പിന്നെ എന്താ ബാഡ് ഇൻ്റർ ഗ്രൂപ്പ് ബിഹേവിയർ, ബാഡ് ഗ്രൂപ്പ് കൊഹസീനസ് ഒക്കെയാണ് ആ ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. ഇനി ലാസ്റ്റ് വണ്ണാണ് പറയുന്നത് ഗ്രൂപ്പ് പെർഫോമൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് പ്രോസസ്സാണ്. അടുത്തത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഗ്രൂപ്പ് പെർഫോമൻസസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്രൂപ്പ് പെർഫോമൻസസ് എന്ന് പറയുന്നത്? അതായത് ഇവിടെ പറയുന്ന കാര്യം, ഫോർ ഇൻസ്റ്റൻസ് ദ എക്സ്റ്റേണൽ കണ്ടീഷൻ വിച്ച് ഇൻക്ലൂഡ് ദ റൂൾസ്, റെഗുലേഷൻ, സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എക്സെട്ര ഹൈലി അഫക്റ്റ് ദ ഗ്രൂപ്പ് പെർഫോമൻസ്. Similarly, the group is more likely to be productive while when its members have requisite skills and personality characteristics എന്ന് പറയുന്നു. അതായത് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞത്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടി ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷനകത്തുള്ള റൂൾസ്, ആ ഓർഗനൈസേഷനകത്തുള്ള റെഗുലേഷൻസ്, എങ്ങനെയാണ് ആ ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്, ആ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോഴുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെ, ഏത് തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് ആ ഓർഗനൈസേഷനകത്ത് സെലക്ട് ചെയ്യുന്നത്, സ്കിൽഫുൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആണോ അല്ലെങ്കിൽ സ്കിൽഫുൾ അല്ലാത്ത എംപ്ലോയീസിനെയാണോ അവിടെ സെലക്ട് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഗ്രൂപ്പിൻ്റെ സക്സസ് എന്നുള്ളതാണ് അവിടെ പറയുന്ന വേറൊരു കാര്യം. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗ്രൂപ്പ് റോൾസുമായി നമുക്ക് ഇവിടെ പറയാനായിട്ട് ഉള്ളത്. ഓക്കെ.